സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ക്രമം ആരംഭിക്കുന്നത് ആമുഖ ശുശ്രൂഷയിലാണ്. ആമുഖ ശുശ്രൂഷ ആരംഭിക്കുന്നത് അന്നാ പെസഹ തിരുനാളിൽ എന്ന് വൈദികൻ ആലപിക്കുന്ന ഗാനത്തോടുകൂടിയാണ്. ബാല്യം മുതലേ നമ്മൾ കേൾക്കുകയും അൾത്താരയിലേക്കും അൾത്താരയിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനിലേക്കും ദേവാലയത്തിൻ്റെ സ്വർഗീയ അന്തരീക്ഷത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഗീതം നമ്മൾ അർപ്പിക്കാൻ പോകുന്ന ബലിയർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ അർപ്പിക്കുന്ന ബലിയർപ്പണം നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമ്മോട് കൽപ്പിച്ചതനുസരിച്ച് അവിടുത്തെ നാമത്തിലാണ് അർപ്പിക്കപ്പെടുന്നത് എന്ന സത്യത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പെസഹായുടെ തിരുനാളിലാണ് ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തത്, നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നു ചേരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന്. ഇതൊരു പുതിയ ഉടമ്പടിയാണ്. സകല ജനപദങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലൂടെ സാധ്യമായ പുതിയ ഉടമ്പടി. എന്നാൽ പെസഹായ്ക്ക് മനോഹരമായ ഒരു പഴയ നിയമ പാരമ്പര്യമുള്ളതായി നമുക്കറിയാം. ജനത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം തൻ്റെ ശക്തമായ കരബലത്താൽ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെ നയിക്കുന്ന അത്ഭുതകരമായ വിടുതലിൻ്റെ ഒരു കഥ. തുടർന്ന് അങ്ങോട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ പഴയ പെസഹായുടെ ചിന്തകളും ഓർമ്മകളും നിലനിർത്തിക്കൊണ്ട് അവർ പെസഹ ആചരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു പെസഹ കുഞ്ഞാടിന് പകരം ക്രിസ്തു തന്നെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി തന്നെ വാഴ്ത്തി വിഭജിച്ച് സകല മനുഷ്യർക്കുമായി നൽകുമ്പോൾ ഈ വിശുദ്ധ കുർബാന അത് രക്ഷയുടെ ഔഷധമായിട്ട് മാറുന്നു. ഈ പുതിയ ഉടമ്പടിയുടെ ആഘോഷമായ അർപ്പണത്തിലേക്ക് പുരോഹിതൻ ദൈവജനത്തെ സ്നേഹത്തോടെയും ഭയഭക്തി ആദരവോടുകൂടിയും പങ്കുചേരുവാനായിട്ട് ക്ഷണിക്കുകയാണ് ആമുഖ ശുശ്രൂഷയിലെ ആദ്യത്തെ ഈ ഗീതത്തിലൂടെ. ഇപ്പോൾ നാം ബലിയർപ്പിക്കാനായിട്ട് അണിചേർന്നിരിക്കുന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിലാണെന്നും നാം എല്ലാവിധ വ്യത്യസ്തതകളും ഭിന്നതകളും മറന്ന് ക്രിസ്തുവിൻ്റെ സഭയോട് ചേർന്ന് ക്രിസ്തുവിൽ ഒന്നായി ബലിയർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ ദൈവജനത്തെ ക്ഷണിക്കുന്നു. പുരോഹിതൻ്റെ സ്നേഹത്തോടുകൂടിയുള്ള ക്ഷണത്തിന് പ്രത്യുത്തരമായി ദൈവസ്നേഹത്തെ അനുസ്മരിച്ചുകൊണ്ടും പരസ്പരം ക്രിസ്തുവിൽ ഒന്നായി നിന്നുകൊണ്ടും സ്നേഹത്തിൻ്റെ ഈ കൂദാശ ഒരു മനസ്സോടെ ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരും സന്നദ്ധരാണ് എന്ന് ദൈവജനം ഉറക്കെ പ്രഘോഷിക്കുന്ന ഭാഗമാണ് അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം എന്ന് ആരംഭിച്ച് സമൂഹം പാടുന്ന മറുപടി ഗീതം. മിശിഹ രഹസ്യങ്ങൾ മുഴുവൻ ധ്യാനിക്കുന്ന സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടിയും പുതിയ പെസഹായുമാകുന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും ഒരുക്കുകയും ചെയ്യുകയാണ് ഈ ആരംഭഗീതം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.